സാധാരണയായി എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി, IT, കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇതിനുള്ള മറുപടികൾ: 1. കമ്പ്യൂട്ടർ സയൻസ്. സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം മാറ്റുന്നതിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനുമാണ് കമ്പ്യൂട്ടർ സയൻസ് പ്രാധാന്യം നൽകുന്നത്. ഇത് കൂടുതൽ തിയറിറ്റിക്കലാണ്. കോഡിംഗ്, അൽഗോരിതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്നിവയിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുക, മെഷീൻ ലേണിംഗ് വികസിപ്പിക്കുക, ബ്ലോക്ക് ചെയിനിൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുക എന്നിവ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് അനുയോജ്യം. 2. ഇൻഫർമേഷൻ ടെക്നോളജി, IT. ഭാവി രൂപപ്പെടുത്തുന്നതിന് സാങ്കേതികവിദ്യ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് IT പറയുന്നത്. കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ നിർമ്മിക്കുന്ന കാര്യങ്ങൾ ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും സാധാരണക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതും പരിപാലിക്കുന്നതുമാണ് ITയുടെ ജോലി. ഡാറ്റാബേസ് മാനേജ്മെന്റ്, സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുക, IT സപ്പോർട്ട് സിസ്റ്റങ്ങൾ നിർമ്മിക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു. 3. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. രണ്ടും സമാനമായി തോന്നാമെങ്കിലും അവയുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആപ്ലിക്കേഷനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും ശ്രദ്ധിക്കുന്നു. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ ആപ്പുകൾ, വീഡിയോ ഗെയിമുകൾ, പ്രൊഡക്ടിവിറ്റി ടൂളുകൾ തുടങ്ങിയവ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വലിയ തോതിലുള്ള സിസ്റ്റങ്ങളും സോഫ്റ്റ്വെയറുകളും കാര്യക്ഷമമായും വിശ്വസനീയമായും പ്രവർത്തിപ്പിക്കാനാവശ്യമായ എഞ്ചിനീയറിംഗ് രീതികളിലാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ബാങ്കിംഗ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്ന വലിയ സിസ്റ്റങ്ങൾ ഇതിന് ഉദാഹരണമാണ്. 4. അപ്ലൈഡ് സൈബർ സെക്യൂരിറ്റി വേഴ്സസ് സൈബർ സെക്യൂരിറ്റി. അപ്ലൈഡ് സൈബർ സെക്യൂരിറ്റി ഇത് കൂടുതൽ പ്രായോഗികമാണ്. ഹാക്കർമാരിൽ നിന്ന് സിസ്റ്റങ്ങളെ സംരക്ഷിക്കുക, ഡാറ്റ ചോർച്ച തടയുക തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. സൈബർ സെക്യൂരിറ്റി ഇത് സുരക്ഷിതമായ സിസ്റ്റങ്ങൾ എങ്ങനെ നിർമ്മിക്കാം, നെറ്റ്വർക്കുകളെ എങ്ങനെ സംരക്ഷിക്കാം, സൈബർ ആക്രമണങ്ങളെ എങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങളിൽ പഠനം നടത്തുന്നു. ക്രിപ്റ്റോഗ്രഫി, എത്തിക്കൽ ഹാക്കിംഗ് തുടങ്ങിയവ ഇതിൽ വരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി MP Tech Hub സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.